ഇവിടെ ഞാൻ അങ്ങോട്ട് തരും. ഗൾഫിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ശരിയായി വരുന്നുണ്ട്. 6 മാസം കഴിയും 7ാമത്തെ മാസം എമ്മൻ ദുബായ് ഷേഖിന്റെ വീട് വെൽഡ് ചെയ്യും. കേട്ടാ? വാ കുട്ടി. പിന്നെ ഒരു കാര്യം കൂടെ, അതായത് കുട്ടി വേറെ അധ്വാനമുള്ള ജോലിയൊന്നും ചെയ്തിട്ട് അങ്ങനെ ശീലല്ലേ. അപ്പൊ അതുകൊണ്ട് വലിയ ശാരീരികമായിട്ടുള്ള അധ്വാനമുള്ള പണിയൊന്നും കൊടുക്കണ്ട. പിന്നെ ഈ വെൽഡിങ് ആയതുകൊണ്ട് ഈ കണ്ണ് ഇപ്പൊ പുസ്തകത്തിൽ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അക്ഷരങ്ങൾ തെളിയാത്തൊരു സൂക്കടുണ്ട് പുള്ളിക്ക്. അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ കാണിക്കുമ്പോ അതിന്റെ അത് ഇങ്ങനെ വരില്ലേ ആ പ്രകാശം, അത് കണ്ണിലേക്ക് അടിക്കാതെ ഒന്ന് നോക്കണം. അതെ സത്യപാല, ഞാൻ ഒരു കാര്യം ചോദിച്ചു. സത്യശീലൻ. ശീലക, ഈ കുട്ടിയെ ഇവിടെ സുഖചികിത്സക്ക് ആയുർവേദ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാണോ? അങ്ങനല്ല. അല്ലല്ലോ, കുറച്ച് പ്രയാസമൊക്കെ അനുഭവിക്കണം അങ്ങനെ പണി പഠിക്കാൻ പറ്റും. അല്ല ഞാൻ പറഞ്ഞു, ഇവരെല്ലാരും അങ്ങനെ പഠിച്ചു വന്നവരാണ്. വേഗം നോക്കിയാ മതി, വേഗേ ആയിക്കോട്ടെ. അതുവരെ പഠിച്ചു 10 വരെ പോയി, പക്ഷെ തോറ്റു. മതി, അത് മതി. ഇതേ ഇത് 6 തോറ്റ് 3 പ്രാവശ്യം, ഇത് 4 തോറ്റ് 2 പ്രാവശ്യം. ഞാൻ പഠിച്ചിട്ടേ ഇല്ല. എന്താ ഈ 10 ജയിച്ചമാരൊക്കെ ഇവിടെ തേരാപ്പാറ എപ്പോഴും നടക്കണുണ്ട്. എണ്ണ കഴിഞ്ഞ് ഇവിടെ ഒന്ന് വെൽഡ് ചെയ്യാൻ വരിക. എന്താ നമുക്ക് എന്തൊരു പൈസ മേടിക്കണം അറിയാം പിള്ളേരൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇരുമ്പാണ്, അതൊക്കെ നോക്കണം. സുശീല, അതൊന്നും നിങ്ങൾ വിഷയമാക്കല്ലേ. അവനെ ഞാൻ റെഡിയാക്കി തരും. കാലിലൊക്കെ നോക്കണേ, മുറിയാവണമൊക്കെ നോക്കണം. എന്നാ ശരിയാ, നടക്കട്ടെ, പരിപാടി നടക്കട്ടെ, സംഗതി നടക്കട്ടെ. എല്ലാം ഒരു തൊഴില് തുടങ്ങാൻ പോകണം. ഐശ്വര്യമായിട്ട് സകല ദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചോ. നന്നായി വരും, നന്നായി വരും, നന്നായി വരും. എന്റേത് എന്തിന് ആയിക്കോട്ടെ, അനുഗ്രഹിച്ചൊക്കെ മതി. നീ ഇന്ന് അതിന്റെ പേരും പറഞ്ഞ് മുഴുവൻ പണിയെടുക്കണ്ട, പോയി പണിയെടുക്കുള്ളൂ. നീ അങ്ങോട്ട് എന്താ ഇവിടെ വർത്താനം പറഞ്ഞ് ഉണ്ടാക്കണത്? പണിയെടുക്കണ സമയത്ത് പണിയെടുക്കല് അല്ല. എന്താണ് ജ്ഞാനശീലൻ എന്താ പോണില്ലേ? അല്ല സത്യശീലൻ. ശീല എന്തായിക്കോട്ടെ. ശീലൻ എവിടെ ഇരിക്കണ പോക്കോ? അല്ല ഞാൻ ഇരിക്കാം. എന്തിനാ? ഞാൻ മോന്റെ കഴിഞ്ഞിട്ട് പോവാ, ഒരുമിച്ച് പോവാലോ. രാത്രിയിലാ? പരിപാടി വേണ്ടൂടാ. അല്ല എന്താ അറിയോ, വേറെ പ്രശ്നണ്ടേ. കുട്ടിക്ക് 10 മണിയാകുമ്പോ പാല് കൊടുക്കും. നീ ഒന്ന് നിർത്തിവേ. നീ പോ, അവിടെ ഇരുന്ന് വല്ല തിന്നാ കുടിക്കേ. പോ. പറ. ഇല്ല, കുട്ടിക്ക് പാല് കൊടുക്കണം 10 മണിക്ക്, പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കണം. അതാണ്. എന്താ പാലും ബിസ്ക്കറ്റും കൊടുക്കാതെ പൂച്ചക്കുട്ടിയത്? മൂതിക്ക് ചെറുക്കനാണ്. എന്താണ് ചെറുക്കനെ നഴ്സറി സ്കൂളിൽ കൊണ്ടുവന്നേക്കണാണ്? അല്ല അതെ, അല്ല ഇലയൊക്കെ കഴുകണതാണ്. ഇല കഴുകിട്ട് കൊടുക്കണം. സുശീല, ഞങ്ങളെല്ലാരും മനുഷ്യരാണ്, ഞങ്ങളെല്ലാം ഇതെല്ലാം കഴിക്കണവരാണ്. കഴിക്കുമ്പോ അവനെ ഇവിടെ വിളിച്ചിരുത്തി ഞങ്ങൾ ഇതെല്ലാം കൊടുത്തോളാം. അതുകൊണ്ട് സത്യശീല പോക്കോ. അല്ല അതിപ്പോ ഞാൻ ഏതിപ്പോ എന്തപ്പോ ഉണ്ണി എല്ലാം മേടിച്ചു. അല്ല മോനെ എന്താ വേണ്ട അച്ഛൻ? അച്ഛൻ ഇപ്പൊ ഒന്നുമില്ല, ഞങ്ങൾ പറയലടാ. മെല്ലെ വന്ന വഴി അങ്ങോട്ട് പോകും കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ കൊടുത്തോളാം. ചെക്കനെ ഗൾഫിൽ നല്ലൊരു വെൽഡർ ആക്കണ്ടേ? നല്ലൊരു തുക അറബിയുടെ പൈസ ശമ്പളം നാട്ടിൽ എത്തിക്കണ്ടേ? അത് ഞാൻ അതിനെ ശരിയാക്കി എടുത്തോളാം. എന്റെ മോനെ പോലെ ഞാൻ അവന് നോക്കിക്കോളാം. പോരെ? പ്രശ്നമില്ലേ? ഞാൻ സുശീലം പോകും. വൈകുന്നേരം വന്നാൽ മതി കേട്ടോ. വന്നില്ലേ ഞാൻ അവരെ കൊണ്ട് വിട്ടോളാം. കുട്ടാ അച്ഛറങ്ങട്ടെ. അച്ഛറിയിക്കോ. പിന്നെ വേറൊരു കാര്യം, ഭക്ഷണം കഴിച്ചാ പിന്നെ പാത്രം അതേപോലെ തന്നെ വെച്ചോ, കഴുകണ്ട, അത് അമ്മ കഴുകിക്കോളും. എന്നാ ശരി. ഇരുമ്പിന്റെ മുകളിൽ കൂടെ കാലിലും കുത്തണം നോക്കണം കേട്ടോ. അച്ഛൻ വൈകുന്നേരം വരണേ. ചോര പിടിക്കും ചെയ്യും. എന്നാ ശരിട്ടാ. അച്ഛാ വൈകുന്നേരം വരും. അച്ഛൻ വരും. പിന്നെ മോളെ കെട്ടിച്ചുവിടും പോലാണല്ലോ. ഒന്ന് പോയത് അപ്പൊ ഇവിടെ പണി പഠിക്കട്ടെ. ശീലമില്ലാത്തോണ്ടാണ്. അല്ല ശീലിപ്പിച്ചോളാം ഞാൻ. ഇവനെ കുറച്ച് കൂടുതൽ വെൽഡ് ചെയ്യേണ്ടി വരും. നിന്റെ പേരെന്താടാ? അമ്പാടി. അമ്പാടിയാ? എന്താ അമ്പാടി? വീട്ടിൽ വിളിക്കുന്ന പേര് അമ്പാടി. വെളിയിലെ ആൾക്കാർ വിളിക്കുന്ന പേരുള്ള സ്തുതി. സ്തുതിയാ? ഇങ്ങനെ വാ. അതെ എടാ, പോയി അവിടെ പോയി നീ വേറെ എന്തെങ്കിലും ചെയ്യടാ. നിനക്ക് വളയ്ക്കറിയോ? ഞാൻ പെണ്ണുങ്ങളെ മൊത്തം നോക്കാറില്ല. അപ്പൊ അമ്മ പെണ്ണുങ്ങളെ ഉണ്ടാക്കണ കാര്യമല്ല പറഞ്ഞ, കമ്പി വളയ്ക്കറിയാവുന്നു? ഇല്ല. എന്ത് തേങ്ങ അറിയാം നിനക്ക്? കുനിഞ്ഞൊരു കുപ്പ അടക്കണ ശീലം ഇല്ലെന്ന് തോന്നണല്ലേ? ഇങ്ങോട്ട് വാ ഉണ്ണേ. കൊണ്ടുപോകണം.
നിങ്ങളെ അനങ്ങി വാടാ പോത്തെ പിന്നെ വളക്കാൻ കൊടുക്കാം. അതെ എവിടെ ഈ കമ്പി ഒന്ന് വളച്ച് ബെൻഡിട്ട് ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അതിന് മുന്നേ ഇതെന്താ അറിയടാ? ഇല്ല ഏ ഇല്ല. കുട്ടി എടാ ഉണ്ണി അവൻ ഗൾഫിൽ പോകാനാണ്, അവിടെ പോയി പണിയെടുക്കാനുള്ളതാണ്. അവനും ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക്. ആമർ പറടാ. അമർ. അമറല്ല, അമർ അക്ബർ. എടാ ഹാമർ. 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 ഹാമർ ഇട്ട് ഹാ പുറത്ത് വരട്ടെ. ഹാമർ. ഹാ ഹാമർ. ഹാമർ. പിടിക്ക്. ആ തീർന്നു. രാഘോട്ടാ, എന്താ സത്യ? അതാ പെട്രോള് തീർന്നു പോയി. അയ്യോ, ആ ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ അത് തള്ളിക്കൊണ്ടോണം. മോനെ വിളിക്കാറ സത്യ. ഓൻ വണ്ടി എടുത്ത് വരൂലേ, ഒന്ന് പെട്രോൾ മേടിച്ചോണ്ടിരൂലേ? അതിന് വണ്ടി ഓടിക്കാറില്ലല്ലോ. ഇത്രയും പ്രായമായിട്ടാ? അതിന് വണ്ടി ഓടിക്കാരനൂടാ. എന്താന്ന് LKG പഠിക്കുന്ന പിള്ളേർ വരെ ജെറ്റ് ഓടിക്കുമ്പോഴാണ് സൈക്കിളും ഇതെല്ലാം ഓടിക്കും. പക്ഷെ എന്താ പ്രശ്നം അറിയാ രാഘവട്ടാ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടികളുടെ തിരക്കല്ലേ, എന്താ ഏതാന്ന് ആർക്കറിയാം. ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ സത്യ? കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുമോ? അത് പറ്റില്ല. എന്തുന്നത് എവിടെ ഇനിയിപ്പോ പെട്രോളിന് ഇപ്പൊ എന്ത് ചെയ്യുന്നപ്പോ ഞാൻ ആലോചിക്കുന്നത്. ഒരു വഴിയില്ല, ആളെ കൊണ്ടുപോലേ വഴി. ഏ ഒന്നുകിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ പെട്രോൾ മേടിച്ചിട്ട് വരാം. എന്നാ ശരി ട്ടാ. അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ പമ്പ് ശരിക്കും വെള്ളം എടുക്കുന്നില്ല. ആ ഇടക്കിടക്ക് വരുന്നു പിന്നെ നിൽക്കുന്നു. അതൊന്നും നീ ശരിയാക്കി തരാന്ന് നീണ്ട് പറയുന്നു. ഞാനെന്താ വെച്ചാലേ കുട്ടിക്ക് സുഖണ്ടായില്ലേ, അതാണ്. എന്ന് സുഖേട് ഓന് പനിയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായി. ഓനത് പനിയാ ഡോക്ടറെ തോൻ പോവില്ലേ? അല്ല ഓൻ കുട്ടിയല്ലേ, ഓന് അതിനുള്ള പ്രായമായില്ലോ. എന്തെന്ന് 10-26 വയസ്സായില്ലോ. അതായി 26 ഞാൻ വരാം നോക്കട്ടെ പോയി ചെയ്യാട്ടാ. ഞാൻ വേറെ ആരും വിളിക്കില്ല, സത്യനെ അല്ല. ഞാൻ വരേ മറക്കല്ല. ഇല്ലല്ല ബുദ്ധിമുട്ടില്ല, വരാം. വലിയ ബാല്യക്കാരനായി. മക്കളെ വീട്ടിലിട്ട് പൂട്ടി വളർത്തിയാല് ശരീരേ വളരുള്ളൂ, മനസ്സ് വളരില്ല. അമ്പാടിയെ ഇടയ്ക്കൊന്ന് എന്റെ ശരീരം എടുത്ത് മറച്ചിട. ഇങ്ങനെ കടന്നാലേ അതുമ്പിൽ ഒട്ടിപ്പിടിക്കും. അച്ഛനും അമ്മയ്ക്ക് ഒരു ചെല്ല പയ്യനല്ലേന്ന് കരുതിയിട്ടേ അവരിങ്ങനെ കൊഞ്ചിക്കണമെന്ന് കരുതി മുതലാക്കല്ലടാ. അമ്മ, എന്റെ പ്രായത്തിലുള്ളവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുക. അപ്പൂപ്പൻ എന്തിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു? അല്ല മണ്ടുവോ, എന്താ ഈ പാല് കപ്പില് കൊടുക്കണ്? ഒരു കുപ്പിയില് നിപ്പിളിട്ട് കൊടുക്കണി, ഈമ്പി കുടിക്കട്ടെ. അച്ഛനെന്താ കുട്ടി കുടിക്കട്ടെ? കുട്ടിയാ പിന്നെ അല്ലാതെ ചൂടുണ്ട്. ചൂടില്ല, ഊതി കുടിക്ക്. അമ്മ മാറ്റിയതല്ലേ ഇപ്പൊ. ബിസ്ക്കറ്റ് ഇല്ലേ? ബിസ്ക്കറ്റ് ഇപ്പൊ അച്ഛൻ കൊണ്ടുവരും. എന്റെ അമ്മയച്ഛനും പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. ആ പാല് കുടിച്ചിട്ടേ ആ പട്ടത്തണ്ടൊക്കെ ഞാൻ ആ പെരയുടെ പുറകിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ വെട്ടിയിട്ട് വെയിലത്തിട് എല്ലാം കണ്ടു. അച്ഛനത് എന്താ പറയണ? കുട്ടിയുടെ കൈയേറ്റ മുറിയും. അവൻ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. മോനൊന്നും ചെയ്യണ്ട, മോനത് കുടിക്കേ. അച്ഛനോട് പണ്ട് കുറച്ച് ബദാമും കൂടി മേടിക്കണം. അതെ, ഞാൻ ഇത്തിരി വെള്ളം കോരാൻ പോവാണ്. അമ്മോട് സ്നേഹം ഉണ്ടെങ്കിലേ അമ്മയുടെ കൂടെ പോയിട്ട് 2 കുടം വെള്ളം കോരി കൊടുക്ക്. അച്ഛൻ എന്താ കുട്ടിയുടെ നടു വെട്ടിയാലോ? മോൻ ഇവിടെ ഇരുന്നത് കുടിച്ചാൽ മതി കേട്ടോ. മുത്തശ്ശൻ പോയിക്ക, ഞാൻ പോവില്ല. അതിൽ പാലുണ്ട് പൂപ്പ. എന്തേ കാണിക്കുന്നേ അമ്മ? അപ്പൂപ്പ എന്തേ കാണിക്കുന്നേ? അച്ഛാ, അപ്പൂപ്പ വല്ലാണ്ട് വേദനിപ്പിക്കുന്നേ. അതെ, ഞാൻ അവനെ എക്സസൈസ് ചെയ്യിപ്പിക്കാനേ. അങ്ങനെ ഇളകാണ്ടിരുന്ന ശരീരം ഉറച്ചു പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിസ്ക്കറ്റ് മേടിച്ചാ? ബിസ്ക്കറ്റ് വാങ്ങിട്ടാ. ചായ കുടിച്ചടാ. കുടിക്കാൻ സമ്മതിക്കില്ല. അപ്പൂപ്പത്തെ എന്റെ അടുത്ത് മേടിച്ച് അവിടെ വെച്ച്. ഈ പാല് കുടിച്ചോട്ടെ കുട്ടിയെ. പാല് കുടിച്ചോ, ആരോഗ്യമൊക്കെ വേണം. കാരണം അധ്വാനിച്ച് കുടുംബം നോക്കേണ്ട ആളല്ലേ. നീ ഇത് എന്ത് കണ്ടോണ്ട്? എന്തേ? എല്ലാവർക്കും ഉണ്ട് മക്കള്. ഒന്നുള്ളൂന്ന് കരുതിയിട്ട് ഇങ്ങനെ ലാളിക്കരുത്. അവനെ
ആ. 10-26 വയസ്സായി. ആ. ഞാനൊരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണ്ടേ? വേണം. അതിങ്ങനെ ലാളിച്ചിങ്ങനെ വഷളാക്കിയിട്ട് വീട്ടിലെങ്ങനെ ഇരുത്തി അവൻ എന്ത് പണിക്കാ പോവുക? അവനിപ്പൊ പണിക്ക് വിടണം. എന്താ ചാച്ച എന്തൊക്കെ പ്രാന്തായി പറയണ്? ഇവിടെ ഈ പണിക്ക് വിട്ട് കഴിഞ്ഞാൽ വെറുതെ കുട്ടി കറുത്ത് കരിവാളിച്ച് നാശമായി പോവും. എന്തിനായിരുന്നു നിൽക്കണത്? അതിനപ്പോ നമ്മൾ അവനെ വളർത്തിയത്. എടാ നിന്റെ ഭാര്യയുടെ എന്റെ ഒക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവൻ എങ്ങനെ ജീവിക്കുക? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എങ്ങനെയാണ് ജീവിച്ചോളും. ഇതെന്താ? അതെ, ആ. അപ്പൊ ഇപ്പൊ 10ാം ക്ലാസ് പഠിച്ചാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ അവന് പണി കിട്ടുകയാണെങ്കിൽ വല്ല തെങ്ങുമ്പക്കാറിലോ മണ്ണ് കളക്കലോ വല്ല കമ്പനിയിലേക്കാവും എന്നുള്ള പേടിയില്ല എനിക്ക്. അന്ന് വേണം, അതൊന്നും പറഞ്ഞ വേണ്ടടാ. ഇവിടൊക്കെ അവന് ദുബായിക്ക് പഠിച്ചു വിട്. എവിടെ? ദുബായിലെ. എടാ ദുബായിലെ AC ആണ്. പിന്നെ അവിടെ വല്ല ബേക്കറിയിലോ കടയിലോ മാളിലൊക്കെ നിൽക്കണമെങ്കിൽ ഫുള്ള് AC ആണ്. അധികം പണിയെടുക്കണ്ട, ശമ്പളവും കിട്ടും, അവനൊരു ഉത്തരവാദിത്വം വരും. എന്തിനപ്പോ അതിന്റെ ആവശ്യം? അപ്പൊ നിങ്ങളുടെ കാലം കഴിഞ്ഞ് അവന് ജീവിക്കണ്ടേ? അതൊക്കെ ജീവിക്കച്ചാ, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവനെ ഗൾഫിലേക്ക് വിടണം. നമ്മുടെ കോയക്കല്ലേ? കോയക്കേ? കോയ. കോയ? മക്കള് ദുബായിലുള്ള കോയ. കോയ? ആ കോയനെ ചെന്ന് കണ്ടിട്ട് ഇവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അവന്റെ മക്കളുടെ ബേക്കറിയിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. അച്ഛാ ദുബായിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് എവിടെ നല്ല അധ്വാനിക്കണ ജോലിയൊക്കെ ചിലപ്പോ കിട്ടുക നമുക്ക് അറിയില്ല. വല്ല പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ അവിടുത്തെ സമാധാനം ഉണ്ടാവോ? അതെ, തൊള്ളയില് വെച്ചു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തിന്നും. ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വയറ് കായുമ്പോ തെണ്ടി തിന്നോളും. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അവനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കണം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതിന്റെ പേരക്കുട്ടിയാണ്. അതിനൊന്നിനും പറ്റാത്ത ഒരുത്തനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കുള്ള പണിയാണ് ഇപ്പൊ വേണ്ടത്. ഓർക്കിപ്പോ കൈത്തൊഴിൽ എന്തിനൊക്കെ അറിയോ? കൈത്തൊഴില് അങ്ങനെ കൈത്തൊഴിലൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. അതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ വലിയ ഈ വെയിലൊന്നും കൊള്ളാത്ത രീതിയിലല്ലേ, ശരീരത്തിന് വലിയ അധ്വാനൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലേ. അപ്പൊ അധ്വാനിച്ചിട്ടുള്ളത് വേണ്ട. അധ്വാനിച്ച് അത് നമുക്കൊരു വിഷമല്ലേ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് അധ്വാനിക്കുകയും കൂടി ചെയ്താ സങ്കടല്ലേ? പിന്നെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഈ ഗൾഫ് എന്ന് പറഞ്ഞാലേ നമ്മുടെ വാപ്പ കാരണവന്മാരുണ്ടാക്കിയിട്ടുള്ള ഓഫീസും സ്ഥലമൊന്നല്ല. അത് നമ്മുടെ രാജ്യന്മാരത്തെ വേറെ രാജ്യം. അവിടെ അങ്ങനെ ചെന്നാല് എന്താ കിട്ടുന്ന വെച്ചാ ചെയ്യല. പിന്നെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും സംഗതിയൊക്കെ അനുസരിച്ച് ഓരോരോ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കാം. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പോയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ഇപ്പൊ അവിടെ പിടിച്ചേക്കണേ. ഇനിയിപ്പൊ അവിടെ പിടിച്ചേക്കണ്ട, അത് ഇത് പിടിക്കണ്ട. 500 ജില്ലാന്റെ ഉറുപ്പയുടെ മുതല ഇപ്പൊ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാ. ഓനോട് പറയാ ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോവാ ആഗ്രഹമുണ്ട്, മോഹമുണ്ട് വെച്ചാലേ അവിടെ ഒന്നും ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എന്ന് പറഞ്ഞ ഇപ്പൊ കുറെ കൂടിയൊക്കെ ഗൾഫില് ഡിമാൻഡ് ഈ വെൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. വെൽഡിങ്ങിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പൊ അവിടെ. കണ്ണിലേക്ക് അതിന്റെ പ്രകാശമൊക്കെ വരുമ്പോഴേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരില്ലേ? ശരി. ആ വെൽഡിങ്ങിന്റെ ആ ലൈറ്റ് അത് വലിയ ബുദ്ധിമുട്ടാവും. കണ്ണൊക്കെ ചോരക്കും ചിലവർക്ക്. ആ ഇടങ്ങളാണ് അല്ലേ? പിന്നെ 10ാം ക്ലാസ്സും അങ്ങനല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കുട്ടികളെ എന്തെങ്കിലും കൈത്തോലൊക്കെ പഠിപ്പിച്ചിട്ടേ അപ്പൊ നമുക്ക് ആലോചിക്കാട്ടോ. പിന്നെ ഞാൻ ഇറങ്ങിയാലോ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതേതാ നല്ല പുളിമാങ്ങയാണല്ലോ. നല്ല പുളിയുള്ള മാങ്ങ ഈ ഇന്നല്ല. എന്നാ ശരി, ആയിക്കോട്ടെ. നമ്മുടെ ആൾക്കാർക്ക് ഒരു പണിയും തൊഴിലും ചെയ്യാത്തവന് പണി കൊടുക്കലാ പണി. മേലെങ്ങാനും പറയില്ല, കണ്ണും ചോരൊക്കെ ഇருக்கு. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കല്ലേ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാത്തതാണ്. നീ എന്നെ ഉണ്ടാക്കല്ലേ എന്നോട് കേട്ടാ. ഞാന് അധ്വാനിച്ച് പൈസ നിനക്ക് കൊണ്ട് തരണുണ്ട്. വൈകിട്ട് കുടിക്കാതെ വരണോ കുടിച്ചിട്ട് വരണമെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാ.
ഞാനാണ് നിന്റെ ഭർത്താവ്, നീ എന്റെ ഭർത്താവല്ല. പറഞ്ഞത് കേട്ടാ മതി. ഇറങ്ങി സൂലേ വെച്ചൊരു പോണി പോണം. ഉണ്ണിയേ, എന്ത് തേങ്ങടാ ഈ ചെയ്യണത്? ഇതെന്താ നീ ദീപാവലിക്ക് കമ്പത്തിൽ കത്തിക്കണം? എന്നിട്ട് എന്താ പറഞ്ഞ ഈ അളവ് 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 ഇത് എന്ത് തേങ്ങയ്ക്കാണ് വെച്ചേക്കണം? ഇത് ഇങ്ങനെ ചരിഞ്ഞിരിക്കലടം മായും ഗുണാപ്പാ. നീ എന്ത് വായി വെക്കണ്ടാ? നീയല്ല അളവ് മാറിപ്പോയ സാമാനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കണത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ എന്റെ മാറും. കണ്ണി കണ്ടവന് അവസാനം ഇത് നഷ്ടം വരെയാൽ ഞാൻ കൊടുക്കേണ്ടി വരും. അളവ് വെക്കണ തേങ്ങ അളവ് ഇത് വെക്ക്. ലെവല് നോക്ക്, ലെവല് നോക്ക്, ലെവല് നോക്ക്. ഇത് ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ള സാധനമാണ്. എടാ കഷ്ടമാണ് കഷ്ടം. അതിനിടയ്ക്കാണ് ഒരുത്തി എന്നെ വിളിക്കണത്. വൈകിട്ട് കുടിക്കാതെ പറഞ്ഞു എന്റെ അടുത്ത്. ഹരീഷേ എടാ നിന്റെ പെണ്ണുമ്പോൾ നിന്റെ അടുത്ത് പറയുവോ വൈകിട്ട് അടിക്കാതെ ചെല്ലണമെന്ന് പറയുവോ? പറയടാ. ഈ പൊട്ടക്കണ്ടിൽ തവള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ പോലെ ഓടാതെ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക്. ഒരാള് ഇയാളെ പണിയാണ് ഇപ്പൊ 4 ആള് ചെയ്യണത്. വെറുതെ ശമ്പളം കൊടുക്കണോ? സത്യപാല ഞാനേ മറ്റേ പ്യാരി വെള്ളി വെച്ച കണക്കിന് അങ്ങോട്ട് മാറ്റിക്കണ മനുഷ്യ ഇരിക്കണത്. ഞാൻ മറ്റേ പ്യാരി പറഞ്ഞിട്ടേ സംഭവം എന്താ വെച്ചാൽ സത്യം പറയാലോ, ഇവിടെ ഇപ്പൊ തന്നെ പണിക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അതിനുള്ള പണിയില്ല. എന്നാലും പിന്നെ ആ പരാജിതൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ആളെ എടുക്കുന്നത്. ഇതാണിപ്പോ കുട്ടിയെ പഠിക്കൊക്കെ നിങ്ങളാ? അല്ല ഞാനല്ല, ഇത് മോനാണേ. കുട്ടി ഇതാ കുട്ടി. ഇവനെന്താ വെച്ചാല് നമുക്ക് അതൊന്ന് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതെ, ഒരു 6 മാസം. 6 മാസം വേണമല്ലേ? 6 മാസം വേണം. അതിനുള്ളിൽ തീരില്ല. അത് കുറഞ്ഞതാണ്. 6 മാസം വേണം. 6 മാസം വേണം. ഇവരോട് നല്ല വെൽഡറാക്കിട്ട് ഞാൻ അങ്ങോട്ട് തരും. ഗൾഫിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ശരിയായി വരുന്നുണ്ട്. 6 മാസം കഴിയും 7ാമത്തെ മാസം ദുബായ് ഷേഖിന്റെ വീട് വെൽഡ് ചെയ്യും.